ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ ലൈഫിൽ എൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത 7 ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഏതൊക്കെ ടിപ്സ് ആണ് ഇംപ്ലിമെന്റ് ചെയ്തത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ഓൾറെഡി നമ്മുടെ കൊച്ചു കുട്ടികൾക്കെല്ലാം സ്കൂൾ തുറന്നു എന്ന് എനിക്കറിയാം. സോ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയണമെന്ന് വിചാരിച്ചതാണ്, എല്ലാവർക്കും ഒരു നല്ല അധ്യയന വർഷം ഞാൻ നേരുന്നു. നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് പഠിച്ചു പോവുക. ഒരുപാട് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെക്കാതിരിക്കുക. ഓരോ ന്യൂ അക്കാഡമിക് ഇയർ വരുമ്പോഴത്തേക്കും ചെറിയ ചെറിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് നല്ല കാര്യങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങളും പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക, കുഞ്ഞുകുട്ടികളും. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല അധ്യയന വർഷം. പിന്നെ സ്കൂൾ ഡേയ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യണം എന്ന് എനിക്കുണ്ട്. അപ്പൊ ഇതെന്തായാലും നമുക്ക് പയ്യെ ചെയ്യാം. സോ നമ്മൾ പറഞ്ഞ നമ്മുടെ 7 ടിപ്സ് ആണ്. സോ ഹൗ ടു സ്റ്റേ പ്രൊഡക്റ്റീവ്. എടാ, ഈ പ്രൊഡക്റ്റീവ് എന്ന് പറയുന്ന വാക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കി വെച്ചിട്ട് കാര്യമില്ല. അത് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് അർത്ഥം മനസ്സിലാക്കി അത് ശരിയായ രീതിയിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റത്തുള്ളൂ. ചില ആൾക്കാരുണ്ടല്ലേ, പ്രൊഡക്റ്റീവ് ആവാം എന്ന് വിചാരിച്ചു ഒരു ദിവസം ഭയങ്കരമായിട്ട് പ്രൊഡക്റ്റീവ് ആയിരിക്കും. അവർ 100% എഫേർട്ട് ആയിരിക്കും ഇടുന്നത്. കുറെ പോർഷൻസ് എടുത്ത് വെക്കുന്നു, പഠിക്കുന്നു, ക്ലീൻ ചെയ്യുന്നു. അങ്ങനെ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും, ഹാബിറ്റ്സും റുട്ടീൻസും എല്ലാം ഒരു ദിവസത്തേക്ക് ചെയ്യുന്നു. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ദേ കിടക്കുന്നു. പിന്നെ ഒന്നും ചെയ്യാൻ വയ്യ, എല്ലാം മടിയായി. പിറ്റേ ദിവസം തൊട്ട് പഴയപടി വീണ്ടും പ്രോക്രാസ്റ്റിനേഷൻ. എന്താ ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാര്യം ഇപ്പൊ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അതിപ്പോ വേണ്ട, പിന്നത്തേക്ക് മാറ്റി വെക്കും. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോ എഴുതാനുണ്ട്, കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്. അപ്പൊ ഞാനത് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുക, ഇന്ന് എഴുതണ്ട, നാളെ എഴുതാം. വീണ്ടും നാളെ ആകുമ്പോൾ എന്ത് ചെയ്യും? ഇത് തന്നെ, ഇതേ പ്രോക്രാസ്റ്റിനേഷൻ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ പ്രോക്രാസ്റ്റിനേഷൻ ആണ്. നമ്മുടെ ലൈഫ് എന്ന വേർഡ്, അതുപോലെ തന്നെ ലേസിനെസ് എന്ന് പറയുന്ന ഈ ഒരു 2 വേർഡ്സും നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യാം. ഇത് എല്ലാവർക്കും ലൈഫിൽ ഉണ്ടാവുന്നതാണ്. ഇനിയിപ്പോ ഞാൻ ഇത് പറയുന്നു, ഞാനിപ്പോ ഒരു 5 ദിവസം അടുപ്പിച്ച് പ്രൊഡക്റ്റീവായി, എനിക്ക് 6ാമത്തെ ഒരു ദിവസം ലേസി ഡേ ആയിട്ട് വരാം. പക്ഷെ അന്നും ഞാൻ ഈ പറയുന്ന കണക്ക് ഞാൻ എല്ലാം ചെയ്യുമെന്നും പറഞ്ഞ് കുറേ എഫേർട്ട് ഇടാതെ ആ ഡേ കംപ്ലീറ്റ് ഒരു ലേസി ഡേ ആക്കാതെ ഒരു റെസ്റ്റ് എനിക്ക് കൊടുത്തിട്ട് ഒരു 5% എഫേർട്ട് ഞാൻ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി മാറ്റി വെക്കാം. ഞാൻ എൻ്റെ ഇന്നലത്തെ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് കണ്ടറിയാം. ഇന്നലെ എനിക്കൊരു ലേസി ഡേ ആയിരുന്നു. അപ്പൊ അതിൽ ഞാനൊരു 5% എങ്കിലും പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു റൂം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ വെറും ഒരു 5% ഇംപ്ലിമെന്റ് ചെയ്താൽ മതി ചെയ്യേണ്ട കാര്യങ്ങൾ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഒരുപാട് വീഡിയോ നീട്ടുന്നില്ല, നമുക്ക് നമ്മുടെ ടിപ്സ് നോക്കാം. സോ ഫസ്റ്റ് ടിപ്പ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെറ്റ് ക്ലിയർ ഗോൾസ് ആണ്. അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോൾ പ്രൊഡക്റ്റീവ് ആവാന്ന് പറയുന്നെങ്കിലും പലർക്കും പല ഗോൾസ് ആണ്, അല്ലേ? പ്രൊഡക്ടിവിറ്റി നമുക്ക് പല രീതിയിൽ ഇൻക്രീസ് ചെയ്യാം. നമ്മൾ ആക്റ്റീവ് ആയിട്ട് ഇരുന്നാൽ മതി. പക്ഷെ ഈ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോരുത്തർക്കും ഓരോ നീഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എനിക്ക് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, എനിക്ക് ഹൗസ് ഹോൾഡ് വർക്ക്സ് ഒക്കെ ചെയ്യണം, വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നന്നായിട്ട് പഠിക്കണം. പിന്നീട് എനിക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ സെൽഫ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെയാണ്, ഈ ഒരു കാര്യങ്ങളിലാണ് എനിക്ക് എൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കേണ്ടത്. ഇനി ചിലപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്താണ്, അവർക്ക് വർക്കിലാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരുടെ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ട് ഇരിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ സെറ്റ് ക്ലിയർ ഗോൾസ്. നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് പ്രൊഡക്റ്റീവ് ആവേണ്ടത്, അതുപോലെ ക്ലിയർ ഗോൾസ് സെറ്റ് ചെയ്തതുപോലെ നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യാനായിട്ട് റീഡിങ്, നിങ്ങൾക്ക് റീഡിംഗ് എന്ന് പറയുന്ന പുതിയൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ പ്രോക്രാസ്റ്റിനേഷൻ കാരണം എന്ത് ചെയ്യാണ്, നിങ്ങൾ അതിങ്ങനെ ബാക്ക് സ്റ്റാബ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു ഹാബിറ്റ്, അതൊരു ഹാബിറ്റ് ആയിട്ട് ലൈഫിലേക്ക് വരുന്നില്ല. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഹാബിറ്റ് എന്നുള്ളത്. നമ്മൾ 21 days ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറും.
ഒരു 30 to 60 days കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡെയിലി റുട്ടീൻ ആയിട്ട് മാറും. അപ്പൊ നമുക്കൊരു ഹാബിറ്റ് ആണെങ്കിലും ഒരു ഡെയിലി റുട്ടീൻ ആണെങ്കിലും ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ പഠിക്കേണ്ട ഒരു കാര്യം കൺസിസ്റ്റൻസി ആണ്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ റീഡിംഗ് എന്ന് പറയുന്ന ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ദിവസം ഒരു 5 മിനിറ്റ് എങ്കിലും റീഡിങ്ങിന് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് വലിയ ബുക്സ് ഒന്നും വായിക്കണ്ട, ഫസ്റ്റ് കുഞ്ഞു കുഞ്ഞു ബുക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു കുഞ്ഞു ബുക്കാണെങ്കിൽ നിങ്ങൾ ഒരു പേജെങ്കിലും ഒരു ദിവസം വായിക്കുക എന്നുള്ളതാണ്. ഒരു 5 മിനിറ്റ്സ്, അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പേജെങ്കിലും. അത് പക്ഷെ എന്നും ചെയ്യാന്നുള്ളതാണ്. എന്നും ചെയ്യുമ്പോഴേ നിങ്ങളുടെ ഹാബിറ്റ് ആവത്തുള്ളൂ. അതൊരു ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തന്നെ നോക്കും, നിങ്ങൾക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്നും ഒരു ബുക്ക് വായിച്ചിരിക്കും. സോ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് യുവർ ക്ലിയർ ഗോൾസ്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പ്രൊഡക്റ്റീവ് ആവുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആവാം. ഇനി നമുക്ക് സെക്കൻഡ് എന്താണെന്ന് നോക്കാം. ടിപ്പ് എന്ന് പറഞ്ഞാൽ പ്ലാൻ യുവർ ഡേ ആണ്. അപ്പോൾ നമുക്ക് ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ടു ഡു ലിസ്റ്റ് ചെയ്യുക. ഈ ടു ഡു ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കുക. അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു ദിവസം അത് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ടു ഡു ലിസ്റ്റ് ഇടുന്നു, ഒരു ദിവസം ഒരു 10 ടു ഡു ലിസ്റ്റ് ആണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇതിൽ 10ഉം നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോൾ നമുക്കൊരു 5 ചെയ്യാൻ പറ്റത്തുള്ളൂ, ചിലപ്പോൾ ഒരു 7 ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് ഒരു 3 ഞാനിപ്പോ ഒരു മിനിമം ഒരു 3 മാത്രമേ പറയുന്നുള്ളൂ. ഒരു 3 നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെഫിനറ്റ് ആയിട്ട് ബാക്കി എന്ത് ചെയ്തില്ലെങ്കിലും ആ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത ആ 3 ടാസ്കുകൾ നിങ്ങൾ ചെയ്തിരിക്കണം. സോ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മികവെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ ലിസ്റ്റ് ചെയ്തതിനകത്ത് നിന്ന് ഏതൊക്കെ ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്ന് മനസ്സിലാക്കാം നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി എത്രത്തോളം ഇൻക്രീസ് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ ടൈം എത്രത്തോളം ഒരു വർക്ക് ചെയ്യാൻ നമ്മൾ എത്ര ടൈം കൺസ്യൂം ചെയ്യുന്നു, അതിലൂടെ നമുക്കിപ്പോൾ ഒരു വർക്കിന് നമ്മൾ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഗോളിൽ ഇന്ന കാര്യത്തിന് ഞാൻ ഇത്രയും ടൈം എടുക്കുന്നുണ്ട്, സോ ഇനി മുതൽ എന്തോ ചെയ്യണം, അത്രയും ടൈം എടുക്കരുത്, ഇത്രയൊരു വളരെ കുറച്ചൊരു ടൈമിനുള്ളിൽ എനിക്കത് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെ കുറെ കാര്യങ്ങൾ ടു ഡു ലിസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പ്. മൂന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊമഡോറോ ടെക്നിക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ്. യൂസ് ദ പൊമഡോറോ ടെക്നിക്ക്. എന്താണ് ഈ പൊമഡോറോ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും അത് 25 മിനിറ്റ്സ് ചെയ്യുക, 5 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കുക. ഫോർ എക്സാമ്പിൾ, എനിക്ക് പഠിക്കാൻ ഒരു സബ്ജക്ട് പഠിച്ചു തീർക്കണം. അപ്പോൾ ആ ഒരു സബ്ജക്ട് 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. എഗെയിൻ അത് 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ ഓരോ വർക്ക് ചെയ്യുമ്പോഴും അത് 25 ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഡിവൈഡ് ചെയ്ത് 5 മിനിറ്റ് വെച്ച് ബ്രേക്കും കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരുപാട് ടയേർഡ് ആവത്തില്ല. ഇപ്പോൾ ആദ്യമൊക്കെ തുടങ്ങുന്ന ബിഗിനർ ഒക്കെ ആണെങ്കിൽ ഒരിക്കലും 1 മണിക്കൂറൊന്നും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റത്തില്ല. പലരുടെയും ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ചിലർക്ക് അത് 20 മിനിറ്റ്സ് ആണ്, ചിലർക്ക് 25 മിനിറ്റ്സ് ആണ്. മോസ്റ്റ് ഓഫ് ദ കേസും നോർമൽ ആയിട്ടുള്ള എല്ലാ മനുഷ്യന്മാർക്കും 20 മിനിറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഇരിക്കുന്ന 20 അല്ലെങ്കിൽ 25 മിനിറ്റ്സ് അത് വൃത്തിയായിട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് എടുക്കാം, എഗെയിൻ ഒരു 25 മിനിറ്റ്സ് അത് ചെയ്യാം. പിന്നെ ചില ആൾക്കാർക്കൊക്കെ 1 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ പഠിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോ എനിക്ക് ചിലപ്പോഴൊക്കെ 1 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ടയേർഡ് ആയി പോകും. ഈ 1 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമ്പോൾ ടയേർഡ് ആവും. അപ്പൊ ഈ 5 മിനിറ്റ് ഉള്ളത് നിങ്ങളൊരു 10-15 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, എഗെയിൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രേക്ക് ടൈമിൽ ഒരിക്കലും ഫോൺ സ്ക്രോൾ ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആവും.
ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ഇന്ന് പഠിച്ചു തീർക്കണം, ഒരു ചാപ്റ്റർ ആയിക്കോട്ടെ. ആ ചാപ്റ്റർ നമ്മൾ ഈ 25 മിനിറ്റ്സ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് 5 മിനിറ്റ്സ് ബ്രേക്ക് വിട്ട് വെച്ചു. ആദ്യത്തെ ഒരു 25 മിനിറ്റ്സ് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു, ആ ഒരു ഭാഗം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി. 5 മിനിറ്റ്സ് ബ്രേക്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? ബ്രേക്കിൽ ഫോൺ എടുക്കാൻ പോവാണ്. ഫോൺ എടുത്തു, നിങ്ങൾ റീൽസിൽ കയറി സ്ക്രോൾ ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ 5 മിനിറ്റ്സ് കൊണ്ട് ആ ബ്രേക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ പഠിക്കാൻ ഇരിക്കുമോ? ഒരിക്കലും ഇല്ല. ആ 5 മിനിറ്റ്സ് പിന്നെ 10 മിനിറ്റ്സ് ആവും, 10 മിനിറ്റ്സ് 15 ആവും, പിന്നെ 1 മണിക്കൂറോളം നമ്മൾ എന്ത് ചെയ്യും? ഫോണിലിരിക്കും. ചിലപ്പോൾ അതിൽ കൂടുതൽ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ബ്രേക്ക് ടൈമിൽ ഒരിക്കലും ഫോൺ സ്ക്രോൾ ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് വെള്ളം കുടിക്കുകയോ, കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാബിറ്റ് നിങ്ങൾ ചെയ്യുക ഈ ഒരു ബ്രേക്ക് ടൈമിൽ. സോ ഡോണ്ട് സ്ക്രോൾ ദി ഫോൺ. അതും ഒരു ടിപ്പായിട്ട് തന്നെ എടുത്തോളൂ. സോ 4ാമത്തെ ടിപ്പ് എന്താ? 4ാമത്തെ ടിപ്പാണ് എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ്. നമുക്ക് തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. സോ അതിൽ ഫസ്റ്റ് എടുത്ത് പറയാനുള്ള ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോൺ യൂസ് ആണ്. അതൊന്ന് ലിമിറ്റ് ചെയ്യാം. അത് ലിമിറ്റ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൊമഡോറോ ടെക്നിക്ക്. പക്ഷെ നിങ്ങൾ ബ്രേക്ക് ടൈമിൽ ഈ പറഞ്ഞതുപോലെ ഹാബിറ്റ്സ്, എന്താണ് ഹാബിറ്റ്സ് എന്നുള്ളതും എന്തൊക്കെ ഹാബിറ്റ്സ് നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതും ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ കുറച്ച് ഹാബിറ്റ്സ് കാണും. ഇതിലിപ്പം വീഡിയോ കാണുന്ന കുറെ ആൾക്കാർക്കും കൂടുതലായിട്ടുള്ള ഹാബിറ്റ് ഒന്ന് സ്ലീപ്പ് ആയിരിക്കും, 2 ഈ ഫോൺ സ്ക്രോളിംഗ് ആയിരിക്കും. ഈ 2 ഹാബിറ്റ് വേണ്ട കേട്ടോ. അതല്ലാതെ ഒരുപാട് നല്ല ഹാബിറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെക്കുറിച്ചൊരു വീഡിയോ നമുക്ക് ചെയ്യാം. മറ്റ് റീഡിങ്ങോ റൈറ്റിങ്ങോ, ചിലർക്ക് കവിത എഴുതുന്നുണ്ട്, ചിലർക്ക് സ്റ്റിച്ചിങ് ഉണ്ട്, ചിലർക്ക് ഗാർഡനിങ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒക്കെ ഹാബിറ്റ് നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ്, നോയ്സ് ഉള്ള സ്ഥലങ്ങളിൽ ഇരുന്ന് പഠിക്കാതിരിക്കുക, പിന്നെ ടൈഡി ആയിട്ടുള്ള അല്ലെങ്കിൽ മെസ്സി ആയിട്ടുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യാണ്ടിരിക്കുക. അതൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ ആണ്. നമ്മളിപ്പോ ഒന്ന് പഠിക്കാനിരിക്കുന്നതെന്ന് വിചാരിച്ചോ, ആ സ്ഥലം ഭയങ്കര മെസ്സി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് പഠിക്കാനുള്ള ആ ഒരു മൊത്തത്തിലുള്ള ഒരു ഇതങ്ങ് പോയി കിട്ടും. അപ്പൊ എപ്പോഴും നമ്മൾ ഇരിക്കുന്ന സ്ഥലം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് ഇപ്പൊ കുറെ വീഡിയോസിലൊക്കെ ഭയങ്കര എസ്തെറ്റിക് ആയിട്ട് ടേബിൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, അതൊന്നും വേണ്ട. ക്ലിയർ ആയിട്ട് ക്ലീൻ ആയിട്ട് ഒരു സ്പേസ് കിട്ടിയാൽ മതി. അപ്പൊ തന്നെ മൈൻഡ് റിഫ്രഷ് ആയിക്കോളും. പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് അഡിറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ഭംഗി വരും. അത് കാണാൻ മനസ്സിന് ഒരു ഫ്രഷ്നെസ് ഒക്കെയാണ്. പക്ഷെ എല്ലാവർക്കും ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഓൾറെഡി എന്റെ സ്റ്റഡി ടേബിൾ കാണിച്ചു തന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി ടേബിൾ ആണ്. ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ലുക്കും ഇല്ല, ഒരു മേക്ക് ഓവറും ഇല്ല. ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് പൈസ വരുമ്പോഴല്ലേ അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു വാക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും കാത്തിരിക്കരുത്. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങളത് എത്രയും പെട്ടെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് അത് നിങ്ങളുടെ ഡെയിലി റുട്ടീനായിട്ട് മാറും. നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ്സിൽ എത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ്. 5ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റേ ഓർഗനൈസ്ഡ്. വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വളരെ ക്ലീൻ ആയിട്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ്. നമുക്കിപ്പോൾ എല്ലാ സ്ഥലവും ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് യുവർ റൂം, അറ്റ്ലീസ്റ്റ് യുവർ സ്റ്റഡി ടേബിൾ, അറ്റ്ലീസ്റ്റ് യുവർ വർക്ക് സ്പേസ്. നിങ്ങൾ എവിടെയാണോ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ആ ഒരു സ്ഥലമെങ്കിലും ഓർഗനൈസ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതും കീപ്പ് ചെയ്യുക കേട്ടോ. പേഴ്സണൽ ഹൈജീൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ചെയ്യാം. സോ അതെന്തായാലും വേണം. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ചിലപ്പോൾ ഒരുപാട് വർക്ക് പ്രഷറും വർക്ക് സ്ട്രെസ്സും അല്ലെങ്കിൽ പഠിക്കാൻ ഒത്തിരിയൊക്കെ ഉള്ള ആൾക്കാർ, ഈ PSC ആസ്പിറൻസ് ഒക്കെ ഉണ്ട്, അവർക്കൊന്നും എപ്പോഴും എല്ലായിടത്തും ഒന്നും ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇരിക്കുന്ന റൂം, അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന ടേബിൾ എങ്കിലും അറ്റ്ലീസ്റ്റ് ഓർഗനൈസ് ചെയ്ത് വെക്കുക. സോ അടുത്ത ടിപ്പ് നോക്കാം. ടേക്ക് ബ്രേക്സ് ആണ്. ഓൾറെഡി ബ്രേക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ടയേർഡ് ആയി പോകും, ഡെഫിനറ്റ്ലി ടയേർഡ് ആവും. ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഇപ്പം ഇന്നൊരു ദിവസം ഞാൻ 5 മണിക്കൂർ ഇരുന്ന് പഠിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് 5 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നു, ബ്രേക്ക് ഒന്നും എടുക്കുന്നില്ല. അത് കഴിഞ്ഞ് നാളെ ആകുമ്പോഴത്തേക്കും ഞാൻ ഈ 5 മണിക്കൂർ പഠിക്കണമെന്നില്ല. ബിക്കോസ് ഇന്നലത്തെ 5 മണിക്കൂർ പഠിച്ച് ഞാൻ ഒരു ബ്രേക്കും എടുക്കാത്തത് കൊണ്ട് ഭയങ്കര ടയേർഡ് ആയിരിക്കും. ഇന്നലെ തന്നെ ടയേർഡ് ആയിട്ടുണ്ട്.
ഇന്നൊരു ദിവസം വീണ്ടും പഠിക്കാനായിട്ട് ഞാൻ ഇരിക്കത്തില്ല. ഇപ്പൊ ഞാൻ പഠിക്കുന്ന കാര്യം എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പഠിക്കുന്ന കാര്യം പറയുന്നത്. ഇതിൽ തന്നെ പല കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഗോൾ ഡിഫറെന്റ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പഠനത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞതുപോലെ പൊമഡോറോ ആണെങ്കിൽ 25 മിനിറ്റ്സ് വെച്ച് 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. ഇല്ല അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ ഒരു സബ്ജക്ട് പഠിക്കുക, അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഒരു വർക്ക് ഷെഡ്യൂളിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു 15 മിനിറ്റ് ഒക്കെ ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുക്കുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഫോൺ സ്ക്രോൾ ചെയ്യാണ്ടിരിക്കുക. അത് മാത്രം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സോ നമുക്ക് ടിപ്പ് ഈസ് റിഫ്ലക്ട് ആൻഡ് ഇംപ്രൂവ് യുവർ സെൽഫ്. അപ്പോൾ അന്നത്തെ ഒരു ദിവസം ഞാൻ പറഞ്ഞു ടു ഡു ലിസ്റ്റ് ഇട്ടു, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ചെയ്യാൻ പറ്റാത്തതിൽ വിഷമിക്കൊന്നും വേണ്ട. അങ്ങനെ തന്നെയാണ് ബിഗിനേഴ്സിന് ഒരു ടു ഡു ലിസ്റ്റിൽ 10 എണ്ണം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 10 ഒന്നും അന്ന് ചെയ്ത് തീർക്കാനൊന്നും പറ്റത്തില്ല. കാരണം നമ്മൾ പ്രൊഡക്ടിവിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. എപ്പോഴും ഭയങ്കര ആക്റ്റീവും ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന ആളുകളല്ല നമ്മൾ. നമ്മുടെ ലൈഫിൽ സക്സസ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്ടിവിറ്റി ഇംപ്ലിമെന്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് കുറച്ചൊക്കെ പോരായ്മകൾ എന്തായാലും വരും, കുറച്ച് മടിയൊക്കെ വരും, അത് സ്വാഭാവികമാണ്. പക്ഷെ അത് റിഫ്ലക്ട് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം നിങ്ങളുടെ ഈ ടു ഡു ലിസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് 7ാമത്തെ ടിപ്പിൽ പറയുന്നത്. അപ്പൊ ഈ ടു ഡു ലിസ്റ്റ് നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ഏതൊക്കെ ടാസ്ക് നമുക്ക് ചെയ്യാൻ പറ്റി, അത് എന്തുകൊണ്ട് ആ ടാസ്കുകളൊക്കെ നമ്മൾ ചെയ്തു, അത് ചെയ്തപ്പോൾ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂടിയതുപോലെ ഫീൽ ചെയ്തോ, അത് ചെയ്തത് കറക്റ്റ് ആയിട്ടാണോ, ഇനി ആ ചെയ്തതിനകത്ത് എന്തെങ്കിലും പോരായ്മയുണ്ടോ, ഇനി ചെയ്യാത്ത ടാസ്കുകളാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല, ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇനി അതും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഇതാണ് റിഫ്ലക്ട് ആൻഡ് ഇംപ്രൂവ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ആ ഒരു ദിവസം അനലൈസ് ചെയ്യുക, അത് മനസ്സിലാക്കി നമ്മുടെ പോരായ്മകൾ തിരുത്തി അടുത്ത ദിവസം അതിലും ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ഇതാണ് 7 ടിപ്സ്. ഈ 7 എണ്ണം നിങ്ങൾ ഒരു ദിവസം ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യേണ്ട, ഒരെണ്ണമെങ്കിലും ഒരു ദിവസം ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് ഒരു 5% എഫേർട്ട് ഒരു ദിവസം എടുത്ത് അത് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്ത് എല്ലാവരുടെയും ലൈഫിൽ മാറ്റങ്ങൾ വരുത്തട്ടെ. എല്ലാവരും പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കട്ടെ. നിങ്ങളൊക്കെ നിങ്ങളുടെ ഏത് മേഖലയിലാണോ സക്സസ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ. സോ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.